അസ്സലാമലൈക്കും. ഇന്ന് റെസിപ്പി മുട്ട മസാലയും പുട്ടുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് പറയണം. അപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് പുട്ടുപൊടിയാണ് കേട്ടോ, റെഡിമെയ്ഡ് വാങ്ങിച്ച പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള പൊടി എടുത്തിട്ട് ഈ പുട്ടുപൊടിയൊക്കെ നനയ്ക്കുമ്പോൾ അതിൻ്റെ മീതെ തന്നെ വെള്ളം നിൽക്കുന്ന നിലക്ക് നനച്ച് കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടന്നെ കിട്ടും. അപ്പോൾ ഈ മസാലയിലേക്ക് ഞാൻ ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 2 ചെറുതാണെങ്കിൽ നല്ല ചെറുതാണെങ്കിൽ 4 വെളുത്തുള്ളി കൂടാൻ പാടില്ല കേട്ടോ. അതേപോലെ തന്നെ നല്ല മൂത്തിട്ട് കരിയാനും പാടില്ല. അപ്പം 2 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കുള്ള ഒരു അരപ്പ് ഉണ്ടാക്കി വെക്കുക. നമ്മൾ ഉണ്ടമുളക് വെള്ളത്തിയിട്ടത് ഒരു ഇത്തിരി വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ, നമ്മൾ എടുത്ത വെള്ളം തന്നെ ഒഴിക്കരുത് കേട്ടോ, നന്നായി മിക്സിയിൽ അരച്ച് കൊടുക്കുക. അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ച് കൊടുക്കുക. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ഉണ്ടമുളകാണ്, അതാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി വഴറ്റി കൊടുക്കുക. അതേപോലെ ഈ അരപ്പിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും, വലിയ ചെറുനാരങ്ങയാണെങ്കിൽ അരട്ട് കൊടുക്കുക, ചെറുതാണെങ്കിൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നന്നായി മിക്സാക്കി കൊടുത്തിട്ട് അരപ്പ് ഇവിടെ വെച്ചതിന് ശേഷം ഇത് എരിവൊന്ന് കുറയാനോ, അതേപോലെ തന്നെ ഉപ്പ് ചെറുനാരങ്ങ ഇതിൽ പിഴിഞ്ഞാൽ ആ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ മസാല റെഡി ആയിക്കണ്. നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ തന്നെ നല്ല സോഫ്റ്റായി കിട്ടും. അതേപോലെ ഈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മസാലപ്പൊടി ഈ 1.5 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ജീരകം, പെരിഞ്ജീരകം, അതേപോലെ തന്നെ കുറച്ച് കുരുമുളകും ഉണക്കമുളകും ഒക്കെ ഒരേ അളവിൽ എടുത്തിട്ട്, കുരുമുളക് കൂടാൻ പാടില്ല കേട്ടോ, ഒരേ അളവിൽ, മറ്റതൊക്കെ ഒരേ അളവിൽ എടുത്തിട്ട് ഉണക്കമുളകൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ചെറുതായി ചൂടാക്കിയിട്ട് പൊടിച്ച മസാലയാണിത്. നല്ല ടേസ്റ്റുള്ള മസാലയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കറി ഇവിടെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇത് കറി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ, കറി കൂടുതലായാൽ വെള്ളം പോലെ ആയാൽ ഈ മുട്ടയിലേക്ക് മസാല പിടിക്കാൻ പണിയാണ്. അപ്പോൾ നന്നായിട്ട് വറ്റിച്ച് കൊടുത്താലാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം. അതേപോലെ തന്നെ വേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂട പൊരിച്ചിട്ടുണ്ട്. നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിലാണ് ചൂട പൊരിച്ചിട്ടുള്ളത്. അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വേപ്പില, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയതിന് ശേഷം ചൂട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പൊരിച്ചിട്ട് നല്ല ചൂടായിരുന്നിട്ട്, ചെറിയ അത്യാവശ്യം വലിപ്പമുണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂട പൊരിച്ചത്. അപ്പോൾ ചൂട പൊരിച്ചതും പുട്ടും മുട്ട മസാലയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് പറയണം. രാത്രിയിലൊക്കെ ഒരു നേരം ഈ റെസിപ്പി ഉണ്ടാക്കുകയാണെന്ന് വെച്ചെങ്കിൽ അടിപൊളിയാണ്. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻറ്റ് പറയണം കേട്ടോ. അസ്സലാമലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കണം, ലൈക്ക് ചെയ്യണം.